ബിഗ് ബോസ് മലയാളം സീസൺ 7 വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ്. കഴിഞ്ഞ ദിവസത്തെ പ്രൊമോയിൽ ബിഗ് ബോസ് മലയാളം സീസൺ 7 താൽക്കാലികമായി നിർത്തിവെക്കുന്നു എന്ന തരത്തിലുള്ള ഒരു പ്രൊമോ പുറത്തു വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിലവിൽ സംഭവിച്ചിരിക്കുന്നു. കാര്യം ഇങ്ങനെയാണ്: ബിഗ് ബോസ് വീട്ടിലെ മത്സരാർത്ഥികളെ ലിവിംഗ് റൂമിൽ വിളിച്ചു കൂട്ടുന്നു. പ്രൊമോയിൽ കേട്ടതുപോലെ തന്നെ അതിനുശേഷം ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന് അറിയിപ്പ് വരുന്നു, ബിഗ് ബോസ് മലയാളം സീസൺ 7 താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നു. അതിനുശേഷം ബിഗ് ബോസ് തന്നെ ഇതിന് പ്രധാനപ്പെട്ട കാരണം പറയുന്നുണ്ട്. കാരണം ഇതാണ്: ബിഗ് ബോസ് വീട്ടിൽ ചില നിയമലംഘനങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ എപ്പിസോഡിൽ ഉൾപ്പെടെ ചർച്ച ചെയ്ത ഒരു പ്രധാന നിയമലംഘനമായിരുന്നു ബിഗ് ബോസ് വീട്ടിൽ ബിഗ് ബോസ് നൽകിയ യൂണിഫോമോ അല്ലെങ്കിൽ ബാഡ്ജുള്ളവർക്ക് അവരുടെ സ്വന്തം ഡ്രസ്സുകളോ ഉപയോഗിക്കാൻ കഴിയും. എന്നാൽ ബാഡ്ജ് ഇല്ലാത്തവർ, ബിഗ് ബോസിൻ്റെ യൂണിഫോം ധരിക്കുന്ന ആളുകൾ മേക്കപ്പ് ഉൾപ്പെടെ പല കാര്യങ്ങളും അവിടെ ചെയ്യുന്നുണ്ട്. ബാഡ്ജുള്ള മത്സരാർത്ഥികളുടെ കയ്യിൽ നിന്നും പല ഐറ്റവും വാങ്ങി മറ്റുള്ളവർ ഉപയോഗിക്കുന്നുണ്ട്. ഇങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ബിഗ് ബോസിൻ്റെ നിരന്തരമായ വാർണിങ്ങിനെ അവഗണിച്ചും ഇന്നലത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ലാലേട്ടൻ്റെ അറിയിപ്പിനെ അവഗണിച്ചും നിയമലംഘനം സ്ഥിരമായി നടക്കുന്നു. ബിഗ് ബോസ് അതിനെ പരാമർശിക്കുന്നത് ഇങ്ങനെയാണ്: ഇത് ബിഗ് ബോസിൻ്റെ ഈ സീസണെ തന്നെ കളിയാക്കുന്നതിന് തുല്യമാണ് എന്നാണ്. അതുകൊണ്ട് നിങ്ങളിൽ നിന്നും യാതൊരു കണ്ടന്റും ടെലിവിഷൻ ടെലികാസ്റ്റിന് വേണ്ടിയോ ജിയോ ഹോട്ട്സ്റ്റാർ ആപ്പിന് വേണ്ടിയോ ഇനി നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല, എൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് യാതൊരു നിർദ്ദേശങ്ങളും ഇനി ഉണ്ടാകില്ല എന്ന് ബിഗ് ബോസ് പറയുന്നു. അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞവസാനിപ്പിക്കുന്നത്, നിലവിലെ ക്യാപ്റ്റനും ഈ നിയമലംഘനം നടത്തിയ ഓരോ വ്യക്തികളും ഇനി ഇത് ഒരിക്കലും തുടരില്ല എന്ന് സമ്മതിച്ചാൽ മാത്രമേ ഇനി ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു നീക്കുപോക്കുണ്ടാകൂ എന്നാണ്. ഇതിൻ്റെ ഭാഗമായി വീട്ടിലെ മത്സരാർത്ഥികൾ ഈ വിഷയം സംസാരിക്കുകയും വസ്തുക്കൾ ഷെയർ ചെയ്ത ആളുകൾ അത് ഇനി ഉപയോഗിക്കില്ല എന്ന് പറയുകയും അനധികൃതമായ വസ്തുക്കൾ കയ്യിൽ വെച്ചിട്ടുള്ളവർ അത് തിരിച്ച് ബിഗ് ബോസിന് കൊടുക്കാമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ബിഗ് ബോസ് വീണ്ടും ഷോ പുനരാരംഭിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇന്നലത്തെ പ്രൊമോയിൽ കണ്ട രണ്ട് സംഭവങ്ങളും വ്യത്യസ്തമായ സംഭവങ്ങളായിരുന്നു. ഒന്ന്, റാങ്കിംഗ് സംബന്ധിച്ചുള്ള തർക്കവും ബിഗ് ബോസ് നിർത്തിവെക്കുന്നു എന്ന പ്രഖ്യാപനത്തിന് കാരണമായത് മത്സരാർത്ഥികളുടെ നിയമലംഘനങ്ങളുമാണ്. തുടരെ ബിഗ് ബോസ് വീട്ടിൽ നടക്കുന്ന ഈ നിയമലംഘനങ്ങളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ.